സംഭവിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് കുഞ്ഞികൃഷ്ണനെ ഈ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട കണക്ക് ഒന്ന് പരിശോധിക്കാനായിട്ട് നിയോഗിച്ചു. പാർട്ടി തന്നെ നിയോഗിച്ചതാ. അദ്ദേഹം വന്ന് ജില്ലാ കമ്മിറ്റി അംഗമാണ്. നേരത്തെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ പാർട്ടിയിൽ വളരെ ഭേദപ്പെട്ട നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം നോക്കിയപ്പോൾ അടിമുടി തട്ടിപ്പാ, മുഴുവൻ വെട്ടിപ്പാണ്. ഏതാണ്ട് 96 ലക്ഷം രൂപ ഈ ഫണ്ടിൽ നിന്ന് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അദ്ദേഹം അത് കണ്ടുപിടിച്ചു. അത് സംബന്ധിച്ച രേഖകൾ തയ്യാറാക്കി സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ടു. പിണറായിയോട് പറഞ്ഞു, പണ്ടേ കോടിയേരിയോട് പറഞ്ഞു, പിന്നീട് എം വി മാഷോട് പറഞ്ഞു. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം ഈ ഫണ്ട് വെട്ടിപ്പിന്റെ അല്ലെങ്കിൽ തട്ടിപ്പിന്റെ ഉത്തരവാദിയായിട്ട് കുഞ്ഞികൃഷ്ണൻ കാണുന്നത് ടി.ഐ. മധുസൂദനൻ MLA. അദ്ദേഹം പയ്യന്നൂരിൽ നിന്നുള്ള MLA ആണ്. അദ്ദേഹമാവട്ടെ സംസ്ഥാന നേതൃത്വത്തിന്റെയും പിണറായി വിജയന്റെയും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് പാർട്ടി നേതൃത്വം വിശ്വസിക്കുമോ? അവർക്ക് കൂടുതൽ വിശ്വാസം മധുസൂദൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ അല്ലെങ്കിൽ ഉന്നയിച്ച പാർട്ടിയിൽ അവതരിപ്പിച്ച ഈ ആരോപണം അത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തള്ളിക്കളയാണ് ഉണ്ടായത്. അപ്പോഴാണ് കുഞ്ഞികൃഷ്ണൻ ഇതങ്ങനെ വിട്ടാൽ പോരല്ലോ, ഇത് പാർട്ടിക്ക് വേണ്ടി പൊതുജനം തന്ന പണമാണല്ലോ, പാർട്ടിയിലെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമായിരിക്കണമല്ലോ, അത് മാത്രമല്ല പാർട്ടിയുടെ കണക്കുകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലായിരിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇത് പൊതുജന മധ്യത്തിലേക്ക് സമർപ്പിച്ചത്. അതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത്.